കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിജിൽ നരഹത്യാ കേസിൽ പിടിയിലായ രണ്ടാം പ്രതി രഞ്ജിത്തിനെ കേരളത്തിലെത്തിച്ചു. തെലങ്കാനയിലെ ഖമ്മത്ത് വെച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അതിസാഹസികമായാണ് പിടികൂടിയത്. പ്രതിക്കായി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. DNA ഫലം പുറത്തു വന്നാൽ മാത്രമേ അസ്ഥികൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ. ദീപക് ധർമ്മടമുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, പോലീസിന്റെ ഒരു ശ്രദ്ധേയമായ ഇടപെടലുണ്ടായ കേസാണ്. ഏറെ പരിശോധനകൾക്കൊടുവിൽ, ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ വിജിലിന്റെ നിന്ന് സംശയിക്കുന്ന തരത്തിൽ അസ്ഥി ഭാഗങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുമുണ്ട്. അപ്പോഴും പറഞ്ഞിരുന്നു രണ്ടാം പ്രതി ഉടനെ തന്നെ പിടികൂടുമെന്ന്. കുടുംബവും ആവശ്യപ്പെട്ടത് തന്നെയായിരുന്നു. കൂടുതൽ പ്രതികളുണ്ട്, ഒളിവിലുള്ളവരെ പിടികൂടണമെന്നായിരുന്നു. ഈ രഞ്ജിത്തിന്റെ പങ്കാളിത്തം എന്താണ് ഈ കുറ്റകൃത്യത്തിൽ? ഗോകുലൊരു മാൻ മിസ്സിംഗ് കേസ്, അതൊരു ലഹരി കൊലപാതകം, ലഹരിയെ തുടർന്നുള്ള നരഹത്യ കേസായി മാറുന്നു. അതാണ് കോഴിക്കോട് സിറ്റി പോലീസിലെ എലത്തൂർ പോലീസ് കണ്ടെത്തിയത്. അതിൽ രണ്ടുപേരെ നേരത്തെ തന്നെ പിടികൂടിയതാണ്. അതിലൊരു പ്രധാന നിർണായക പങ്ക് കൊലപാതകത്തിൽ പങ്കുവഹിച്ച രണ്ടാം പ്രതി രഞ്ജിത്തിനെയാണ്, കുന്ദമംഗലം സ്വദേശി രഞ്ജിത്തിനെയാണ് തെലങ്കാനയിൽ നിന്നും പോലീസ് പിടികൂടി നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കോടതിയിൽ റിമാൻഡിനായി വിടുന്നു. ആ സമയത്ത് തന്നെ പോലീസ് ഈ കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ അരജി സമർപ്പിക്കുകയും ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ ചോദ്യം ചെയ്ത് കൂടുതൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ മരണം എങ്ങനെയാണ് എന്നുള്ളതിൽ മറ്റ് രണ്ടുപേർ നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ അസ്ഥിയുടെ കാര്യത്തിൽ ഏറെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ഈ സരോവരത്തെ ചതുപ്പിൽ നിന്നും ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. അതിൽ ഈ വാരിയെല്ല്, അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗങ്ങൾ, ഇത്തരം ഭാഗങ്ങളാണ് കിട്ടിയത്. ആ ഭാഗത്തിൽ നിന്നും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം DNA വേണ്ടിയുള്ള സാമ്പിൾ എടുക്കണം. ആ സാമ്പിളിന് മാച്ച് ചെയ്യാൻ വേണ്ടി അമ്മയുടെ സാമ്പിൾ, അതായത് ഈ മരണപ്പെട്ട ആളുടെ അമ്മയുടെ സാമ്പിൾ എടുക്കണം. ഇത് DNA പരിശോധനയ്ക്ക് അയക്കണം. ഇത്തരം നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അസ്ഥി ബന്ധുക്കൾക്ക്, മൃതദേഹ അവശിഷ്ടം, മൃതദേഹഭാഗം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. ഏതായാലും ഈ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യൽ ഈ കേസിൽ നിർണായകമാണ്. ഗോകുൽ, ഏതായാലും രണ്ടാം പ്രതി ഒളിവിലായിരുന്ന രഞ്ജിത്തിനെ കൂടി കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു, പിടികൂടിയിരിക്കുന്നു സാഹസികമായി. ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ അത് പ്രതികൾ കാണിച്ചു കൊടുത്ത, അല്ലെങ്കിൽ പ്രതികൾ നൽകിയ മൊഴി പ്രകാരമുള്ള ഇടത്തു നിന്ന് തന്നെയാണ് കണ്ടെടുത്തതെങ്കിലും ശാസ്ത്രീയ പരിശോധനയിൽ മാത്രമേ അത് ഒരു തെളിവായി ഉറപ്പിക്കാൻ പോലീസിനാവുകയുള്ളൂ. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.